അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഇതാ ഒരു തെങ്ങ് കയറാൻ അറിഞ്ഞുകൂടാതെ എനിക്ക് വരെ 1 മിനിറ്റ് കൊണ്ട് ഇതാ പഠിക്കാൻ പറ്റി. നമ്മളിത് ഇപ്പോൾ എണീറ്റ് നിന്നിരുന്നാലും കുഴപ്പമില്ല. ഈ നിന്നതിന് ശേഷം നമ്മൾ ഇത് ഈ ഭാഗത്ത് പിടിക്കുക, പൊക്കുക, ഇരിക്കുക. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അത് ലോക്ക് ആയിക്കോളും. എന്നിട്ട് ഈ കാലുകൊണ്ട് നമ്മൾ ഇതേപോലെ പൊക്കുക, വെക്കുക. അപ്പോഴത്തെ വീണ്ടും അത് ലോക്കായി കഴിഞ്ഞു. തിരുവനന്തപുരം RTTCയിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ പൂർത്തിയാക്കി. അതായത് നിങ്ങൾ ഇതിൻ്റെ കംപ്ലീറ്റ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെക്കിംഗ് ഒക്കെ ചെയ്തതാണ്. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് തെങ്ങി കയറാൻ ആളെ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സ്വന്തമായിട്ട് കയറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മെഷീനില്ല. നിലവിലൊരു തെങ്ങേറ്റ മെഷീൻ ഉണ്ടെങ്കിലും അതിൽ കയറണമെങ്കിൽ കുറച്ച് പരിശീലനമൊക്കെ ആവശ്യമാണ്. എന്നെപ്പോലൊരാൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് അതിൽ കയറാൻ പറ്റില്ല. എന്നാൽ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു മെഷീൻ പരിചയപ്പെടുത്താം. ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും തെങ്ങി കയറാം. അതായത് നിങ്ങൾ ഒരു വീട്ടമ്മയാണെങ്കിലും കയറാം, വീട്ടിൽ സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിലും കയറാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത. ദാ ഈ കാണുന്നതാണ് മെഷീൻ. കണ്ടോ, ഒരാൾ ഇരുന്ന് കൊണ്ടാണ് ഇതിൽ തെങ്ങി കയറുന്നത്. നമുക്ക് ഇരുന്ന് കൊണ്ട് കയറാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിതിൽ കാണേണ്ടതെന്നറിയാമോ, നമ്മൾ സാധാരണ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കൊണ്ട് വെച്ചു, അത് ഇടതും വലതും ഫിറ്റ് ചെയ്യണം. പിന്നെ അതിൽ വേറൊരു കാര്യം, അതൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള നല്ല എക്സ്പെർട്ട് വേണം, നല്ല പരിശീലനം വേണം. ആ മെഷീൻ വാങ്ങിയിട്ട് കയറാതെ തിരിച്ചു കൊടുത്ത ആളാണ് ഞാൻ. ഓക്കെ. അതിൽ പിടുത്തം വിട്ടാൽ നേരെ കീപ്പിട്ട് മറിഞ്ഞു പോരും. മറിഞ്ഞു. ഇതിൽ അങ്ങനത്തെ സംവിധാനമൊന്നുമില്ല. ഇതിൽ നിങ്ങൾക്ക് വീഴണമെന്ന് വിചാരിച്ചാൽ വീഴാൻ തന്നെ സാധിക്കില്ല. പുറത്തേക്ക് ഇറങ്ങി ചാടണം. അതായത് ഒരിക്കലും ഒരു കവചത്തിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അതെ, ഫിക്സ് ചെയ്യാം. ആദ്യം സേഫ്റ്റി ബെൽറ്റ് ധരിച്ച്, ഇതാണ് സേഫ്റ്റി ബെൽറ്റ് ധരിക്കാൻ. അതെ, ഒന്നുമില്ല, നമ്മൾ ബെൽറ്റ് ധരിക്കും പോലെ നമ്മൾ അരയിൽ നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. സേഫ്റ്റി ബെൽറ്റ് ഈ മെഷീൻ്റെ കൂടെ ഉള്ളതാണല്ലേ? അതെ. ഓക്കെ, സേഫ്റ്റി ബെൽറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഇതിങ്ങനെ ഒരു സംഗതി എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഓക്കെ, നല്ല സ്ട്രോങ് മെറ്റീരിയൽ. ആദ്യം നിൽക്കുന്ന ഭാഗമാണ് ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ഷൂ ഫിക്സ് ചെയ്തിട്ടുള്ള? അതെ, ഷൂ ഫിറ്റ്. ഓക്കെ, ഞാൻ ഇതൊന്ന് കണ്ടോട്ടെ. അതായത് ഇതാണ് എൻ്റെ ലോക്കിംഗ് സിസ്റ്റം. അതെ. ഇത് നമ്മൾ തെങ്ങിലോട്ട് ഇങ്ങനെ ചുറ്റി വെക്കുന്നു, വെച്ചിട്ട് ഈ ഒരു പിൻ എടുത്ത് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞു. അതെ. അപ്പോൾ ലോക്കായി കഴിഞ്ഞു. ഓക്കെ. ഈ കാല് വെക്കേണ്ട സ്ഥലമാണ് ഈ ഒരു രണ്ട്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ പാർട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഫിറ്റ് ചെയ്യണം. അത് ഇതിൻ്റെ നേരെ മുകളിൽ വയ്ക്കുകയല്ലേ? അതെ. അത് ഇതുപോലെ തന്നെയാണ് ഈ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ? അതെ, ഇതുപോലെ തന്നെ. അല്ല, ഇതിലെ 2-3 ഹോൾസ് ആണ്. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ തെങ്ങിൻ്റെ വലുപ്പമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്നും കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ പാർട്ട് പൊട്ടിപ്പോയാൽ ബേക്കോട്ട് മറിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു സുരക്ഷ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണ്. ഒരു പ്രൊട്ടക്ഷൻ. അതെ, പ്രൊട്ടക്ഷൻ. ഇത് 2 ഭാഗവും ബന്ധിപ്പിക്കാനുള്ള റോപ്പാണ്. ഇതും ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ കൂടുതൽ സേഫ്റ്റിയാണ് നമ്മൾ ഈ മെഷീന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അഥവാ ഈ വെൽഡ് ചെയ്ത ഈ ഒരു പാർട്ട് ഈ എല്ലാ പൊട്ടിയിരുന്നല്ലേ ബേക്കോട്ട് മറിയാതിരിക്കാനാണ്. അതങ്ങനെ പൊട്ടാൻ സാധ്യതയില്ല. എന്നാലും നമ്മുടെ മനസ്സമാധാനത്തിന്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഈ ഷൂവിൽ തെങ്ങ് പിടിച്ച് കയറുക. ഓക്കെ. ഷൂവിലോട്ട് കാലിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ പരിപാടി? ഇനി ഇത് പൊക്കി വെക്കുക. ഈ രണ്ടാമത്തെ പാർട്ട് പൊക്കുക, ഇരിക്കുക, അതിൽ കയറി ഇരിക്കുക. സേഫ്റ്റി ബെൽറ്റ് ധരിക്കുക. ഒന്നുകൂടി സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സേഫ്റ്റി. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ 3 സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. അതെ. സംഗതി സെറ്റാണ്. അപ്പോൾ നമ്മൾ മെഷീൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, നമ്മളെ കാര്യത്തിൽ ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്തെ ഇതിലേക്ക് നമ്മൾ വെട്ടുകത്തിയെ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ തൂക്കിയിടാനോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഇതിൻ്റെ അകത്തുണ്ട്? അതെ, അതിൻ്റെ സംവിധാനമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇടത് ഭാഗത്ത് നമുക്ക് ഇതിലേക്ക് തൂക്കിയിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ അതും കൊണ്ടുപോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ദേഹത്തൊക്കെ തൂക്കിയിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഇതിലെ പൊക്കിയാൽ നമ്മൾ അങ്ങനെ ഇരുന്നത് ഈ ഒരു പൊസിഷനിൽ കാല് പൊക്കുക. ഇത് കൊള്ളാമല്ലോ, ഇത്രയേ ഉള്ളൂ പരിപാടി അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കയറുന്ന വഴിക്കേ നമ്മളൊന്ന് തളർന്നാൽ വേണമെങ്കിൽ അവിടെ 5 മിനിറ്റ് അവിടെ ഇരിക്കാം, റെസ്റ്റ് ചെയ്യാം. അതെ.
അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കരിമൊക്കെ ഇതാ ഇത്രയും മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ പറിക്കണ എങ്ങനെ അതുകൂടെ ഒന്ന് കാണിക്കും. തേങ്ങ ഇരുന്ന് പറിക്കാം, നിന്നുകൊണ്ട് പറിക്കാം. നിന്നും. ഓക്കെ ചേട്ടാ, വേറൊരു കാര്യം, നമ്മളിപ്പോൾ അവിടെ തെങ്ങിൻ്റെ മുകളിലെത്തി, ഇതെന്തെങ്കിലും ലോക്ക് ചെയ്ത് നിർത്തണോ? അതെ, ലോക്ക് ഇതിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ വെയിറ്റ് വരുമ്പോൾ തന്നെ ഇത് ലോക്കായി. ഇനി പിന്നെ ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ റോപ്പ് കൊണ്ട് ഇതൊന്ന് ബന്ധിപ്പിച്ച് മുകളിലേക്ക് ഈ മിഷീൻ ചവിട്ടിയിട്ട് മുകളിലേക്ക് കയറാൻ കഴിയും. അതെ, അതായത് നമ്മൾ അവിടെ ചെന്ന് നിന്നാൽ മതി, താനെ ലോക്കായിക്കോളും. അത് ലോക്കായിക്കോളും. അത് നമ്മൾ വേറെ ലോക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയണമെങ്കിലോ ഇതിനെ അങ്ങോട്ട് കറക്റ്റ് മതി. പിന്നെ ഏത് കൊലവാണ്ട് ഏത് ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ഏത് ഭാഗത്തേക്കും തിരിഞ്ഞ് 100% റൊട്ടേറ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അല്പം ചരിവുള്ളതെങ്കിലും കയറാം, ഏത് ചെരുവിലും കയറാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കാണട്ടെ. ഓക്കെ, എത്തി. തേങ്ങ പറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ചാടാൻ പറ്റും. ഇതിപ്പോൾ 2 കൈയും ഫ്രീ ആണ്. 2 കൈയും ഫ്രീ ആണ്. മിഷീനിലാക്കിയല്ലേ, നമ്മളൊന്നും അതായത് ടെൻഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ഷീണം വരുന്നെങ്കിൽ ഇവിടുന്ന് തന്നെ കളഞ്ഞു പൊട്ടി കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ലേഡീസിനൊക്കെ കയറാൻ പറ്റുമോ? ഓ, ലേഡീസിനാണ് കൂടുതൽ. ഇതാ സിമ്പിളായിട്ട് പറിക്കാം. വളരെ സിമ്പിളായിട്ട് തേങ്ങ പറിച്ചിട്ടുണ്ട്. ഓക്കെ, 2 എണ്ണം. അപ്പോൾ ഇപ്പോഴവിടെ ഫ്രീ ആണ് നമ്മൾ. അതെ. ഓക്കെ ചേട്ടാ, ഇനി ഇറങ്ങാം. ഇറങ്ങുന്ന ഇപ്പുറത്തുനിന്ന് ഇറങ്ങാം. എന്നാലേ ഇവിടെ ഇതുണ്ട്. കയറുന്നതിനേക്കാളും സ്പീഡിൽ ഇറങ്ങാൻ കഴിയും. അത് ഇതിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ടെസ്റ്റിംഗ് റിപ്പോർട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓവറായിട്ട് താഴ്ന്നു പോയല്ലോ ഈ കയറിൻ്റെ പ്രൊട്ടക്ഷൻ. അതെ, ഇതിൻ്റെ നമ്മൾ കാലിൻ്റെ വലുപ്പനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് റോപ്പ് കെട്ടിയാൽ കൂടുതൽ പൊന്തിച്ചും പോകില്ല, കൂടുതൽ താത്തിയും പോകില്ല. കൂടുതൽ പൊക്കൂല, കൂടുതൽ താത്തി. സുഹൃത്തുക്കളെ, ഞാൻ ഇതിലൊന്ന് കയറാൻ പോകും. ഈ ഷൂ തെങ്ങ് പിടിച്ച് കയറാം. തെങ്ങ് പിടിച്ച് കയറി ഇതേപോലെ ഇത്രേ ഉള്ളൂ. ഷൂ ധരിക്കുക. നമ്മൾ ഈ ഷൂ ഇട്ടുമ്പോൾ തന്നെ ഈ സംഗതി ലോക്കായി കഴിഞ്ഞു. അതെ. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത പാർട്ട് ഇതല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ ലെവലിന് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇത് ലോക്കായി കഴിഞ്ഞു. ഇതിൽ നമ്മളൊരു സേഫ്റ്റി ബെൽറ്റ് കൂടെ ഉണ്ട്. ഞാൻ തൽക്കാലം കുറച്ച് കയറുന്നുള്ളതുകൊണ്ട് ഞാനത് ഇടുന്നില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ആ സേഫ്റ്റി ബെൽറ്റ് ഇടാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരുന്നു, ഇതാ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് ഇപ്പോൾ എണീറ്റ് നിന്നിരുന്നാലും കുഴപ്പമില്ല. ഈ നിന്നതിന് ശേഷം നമ്മൾ ഇത് ഈ ഭാഗത്ത് പിടിക്കുക, പൊക്കുക, ഇരിക്കുക. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അത് ലോക്ക് ആയിക്കോളും. എന്നിട്ട് ഈ കാലുകൊണ്ട് നമ്മൾ ഇതേപോലെ പൊക്കുക, വെക്കുക. അപ്പോൾ ഇതാ വീണ്ടും അത് ലോക്കായി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ലോക്ക് പൊസിഷനിൽ നിന്ന് വീണ്ടും ഒഴിക്കുക, ഇതാ വയ്ക്കുക, നമ്മൾ ഈ ഹൈറ്റിന് ലെവലായി വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇതാ ഇതേപോലെ. ഓക്കെ, നമ്മൾ ഇത് പൊക്കി കഴിഞ്ഞാൽ ഇതാണ്ടോ വീണ്ടും അത് ലോക്കായി, വീണ്ടും ഇതാക്കുക, കഴിഞ്ഞു പരിപാടി. അത് ലോക്കായി. ഞാൻ എണീറ്റു. അപ്പോൾ ഞാൻ ഇത് ഇറങ്ങാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ ചവിട്ടി ഇതാ നിൽക്കുകയാണ്. നിൽക്കുമ്പോഴാണ് അത് ലോക്ക് ആവണത്. എന്നിട്ട് ഇതാ നമ്മുടെ ലെവലിന് ഇതിനെ താഴ്ത്തി കൊടുക്കുക. ഇതാ താഴ്ത്തിയിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ മാക്സിമം കാല് താഴെ ആക്കണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ എടുത്ത് വയ്ക്കുക. ഇത് വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഇതാ തെങ്ങ് കയറാൻ അറിഞ്ഞുകൂടാത്ത എനിക്ക് വരെ 1 മിനിറ്റ് കൊണ്ട് ഇതാ പഠിക്കാൻ പറ്റി. ഞാൻ ഇത് ഇറങ്ങാൻ പോവാണ് കേട്ടോ. വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് വയ്ക്കുക. ഫുള്ളായിട്ട് താത്തിയിടാം. ഇനി ഫുള്ളായിട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ഇറങ്ങേണ്ട ഒരു സ്പേസ് എത്തിക്കഴിഞ്ഞാൽ ഫുൾ അങ്ങ് താഴ്ത്തുക. പിന്നെ നമ്മൾ ഷൂസിൽ നിന്ന് കാലിങ്ങനെ ഊരുക. സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം.
ഇതങ്ങ് ഊരിയാൽ മതി ഇല്ലേ? അതെ. ഇനി അടുത്ത തെങ്ങിലേക്ക് കയറാം. അപ്പോൾ കരീമുക്ക, ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു മെഷീൻ നിങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഇത് നമ്മൾ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്? ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ്. മറ്റേ മെഷീൻ കയറാൻ കഴിയാതെ നമ്മളൊരു കർഷകനായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലവും ഇതൊക്കെ ഉണ്ട്, തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് കയറണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. മുമ്പേ വെൽഡിങ് നല്ല പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്. പിന്നെ തിരുവനന്തപുരം RTTCയിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ പൂർത്തിയാക്കി. അതായത് നിങ്ങൾ ഇതിൻ്റെ കംപ്ലീറ്റ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെക്കിംഗ് ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് സൈറ്റിൽ. സ്മാമിൻ്റെ സൈറ്റിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ചേട്ടാ, ഈ ഒരു മെഷീൻ വാങ്ങണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യലാണ് നമുക്ക് ഏറ്റവും സൗകര്യം. അവർക്ക് വേണ്ട സംശയങ്ങളൊക്കെ തീർത്ത് അവർ നേരിട്ട് വരികയാണെങ്കിൽ വന്ന് കാര്യം ബോധ്യപ്പെട്ടിട്ടേ നമ്മൾ മെഷീൻ വാങ്ങേണ്ടതുള്ളൂ. സൗജന്യമായിട്ട് നമ്മൾ പരിശീലനമൊക്കെ കൊടുക്കും. ഇത് സ്ഥലം എവിടെയാണ് നമ്മളെ? ഇത് കുറ്റ്യാടിക്ക് അടുത്ത് പള്ളിയത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. സ്ഥലം എങ്കിൽ നിങ്ങൾക്ക് അതായത് വാങ്ങണമെങ്കിൽ അപ്പോൾ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കും? അതെ, കൊറിയർ ചെയ്ത് കൊടുക്കും. അതെല്ലാം നേരിട്ട് വന്ന് ബോധ്യപ്പെട്ട് വാങ്ങണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കും. അതിനുള്ള സൗകര്യം അതും ചെയ്ത് കൊടുക്കും. അപ്പോൾ നേരിട്ട് വന്ന് വാങ്ങണമെങ്കിൽ എത്ര രൂപയാണ് ഇതിൻ്റെ വില? നേരിട്ട് വന്ന് വാങ്ങണമെങ്കിൽ 4500. 4500. കൊറിയർ കൂടെ ആണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ള ഒരാൾ വാങ്ങണമെങ്കിൽ ഒരു 350 രൂപ കൊറിയർ ചാർജ്. അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്യുക, കൊറിയർ ചാർജ് പറയാം അല്ലേ? അതെ അതെ. അപ്പോൾ എല്ലാം കൂടെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ സാധനം കൊടുക്കും. സാധനം എത്തിച്ചു കൊടുക്കും. ചേട്ടാ, വേറൊരു കാര്യം കൂടെ, ഇതിപ്പോൾ നമ്മുടെ കാർഷിക ഉപകരണങ്ങളൊക്കെ ഈ സ്മാം സ്കീം വഴി കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്മാമിലുണ്ടോ? സ്മാമിലുണ്ട്. അപ്പോൾ സ്മാമിൽ വേണമെങ്കിൽ വാങ്ങാം. അതെ, അങ്ങനെയും വാങ്ങിക്കാം. അപ്പോൾ സ്മാമിലാണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക്? 2250 റുപ്യ വരുന്നു. 2250 സ്മാമിലും വാങ്ങാം. സ്മാമിൽ സബ്സിഡി. ഓക്കെ. അപ്പോൾ അത്യാവശ്യക്കാരനാണെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് വാങ്ങാമല്ലോ? അതെ, നേരിട്ട് വന്ന് വാങ്ങാം. അപ്പോൾ കരീമുക്ക, നിങ്ങൾ ഈ മെഷീനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആൾക്കാർ ഡൗട്ടുണ്ട്, ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്, നിങ്ങൾ ട്രെയിനിങ് കൊടുക്കും? അതെ, സൗജന്യമായിട്ട് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്ത് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടേ നമ്മൾ മെഷീൻ കൊടുക്കും. തേങ്ങ പറിച്ചിട്ടേ നമ്മൾ മെഷീൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കുക, അതായത് നിങ്ങൾ മെഷീൻ വാങ്ങണമെങ്കിൽ നിങ്ങൾ വിളിക്കുക, ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലും വിളിക്കുക, ഇതിൻ്റെ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഈ പഞ്ചായത്തുകൾ, കൃഷിഭവനുകൾ അല്ലേ, ചെറിയ സംഘങ്ങൾ, അതായത് കൃഷിക്കൂട്ടം പോലെ അല്ലെങ്കിൽ കുടുംബശ്രീ സൊസൈറ്റികൾ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കരീമൊക്കെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്കൊരു പരിശീലനം കൊടുത്ത് മെഷീനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഒരു ചെറിയ സബ്സിഡി കൊടുത്തുകൂടെ കൂടുതൽ അല്ലേ? ഓക്കെ. അപ്പോൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണോ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കരീമൊക്ക, താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ മെഷീനെക്കുറിച്ച്, ഞങ്ങളുടെ ചാനലിനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.